welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. It's a Sri Lankan recipe, hot butter mushroom. So one of the favorite delicacies in Sri Lanka for vegetarians or even we non-vegetarians love this. അപ്പോൾ ഇതൊരു Chinese dish ആണ്. So you would find I think it's a Sri Lankan Chinese dish. Yeah. So you would find in any Sri Lanka in any Chinese restaurant. So I'm going to show you guys how to make it. So come along with me. So ഈ റെസിപ്പിന് ആവശ്യമുള്ള മഷ്റൂം വന്ന് ഓയിസ്റ്റർ മഷ്റൂം ആണ്. സോ ഇവിടെ യു കെയിൽ മോസ്റ്റ്ലി കിട്ടുന്നത് ബട്ടൺ മഷ്റൂം. സോ വി ഹാവ് ടു ബി കെയർഫുൾ ദാറ്റ് വി ഹാവ് ടു പിക്ക് ഓയിസ്റ്റർ മഷ്റൂം. സോ ഓയിസ്റ്റർ മഷ്റൂം എടുത്തിട്ട് മോസ്റ്റ്ലി കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും, ഫ്ലോററ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ കീറാം. അപ്പോൾ ഈ സൈസിലുള്ള മഷ്റൂം പീസസ് ആയിട്ട് എടുക്കണം. സോ ചെറിയ മഷ്റൂം ആയിരുന്നാൽ അങ്ങനെ തന്നെ വിടാം. ഓറൽസ് കുറച്ച് വലുതായിരുന്നാൽ കൈകൊണ്ട് കീറിയാൽ റെഡിയാവും. ഓക്കെ, സോ നൈസ്ലി മഷ്റൂം എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് പാറ്റ് ഡ്രൈ ചെയ്യണം. ഒരു വാട്ടറും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ചില്ലി പൗഡർ. സോ ഞാൻ മെഷർമെൻറ്റ്സ് പറയാം ഫോർ 100 grams ആൻഡ് ദെൻ യു ഓൾ ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് ടു ഹൗ മച്ച് എവർ യു നീഡ്. അപ്പോൾ 100 grams മഷ്റൂമിന് നമുക്ക് ആവശ്യമുള്ളത് 1/2 teaspoon ചില്ലി പൗഡർ, 1/4 teaspoon പെപ്പർ പൗഡർ ആൻഡ് 1/4 teaspoon ടേമറിക് പൗഡർ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ. അപ്പോൾ ഇതിനോട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 4 tablespoon കോൺഫ്ലവർ ആണ്. ആൻഡ് ഉപ്പ്, ഒബിയസ്ലി ഉപ്പ് ആഡ് ചെയ്യണം. ആൻഡ് ഞങ്ങൾ ആഡ് ചെയ്യേണ്ടത് 1/4 tablespoon ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നത് കാരണം എന്താണെന്നാൽ വെജിറ്റേറിയൻസ് ആയ മുട്ട കഴിക്കില്ല. സോ മുട്ടയുടെ പകരമാണ് ഈ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നത്. സോ ഇഫ് യു ആൾ ഓക്കെ, മുട്ട കഴിക്കാൻ ഓക്കെ ആണെങ്കിൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാണ്ട് ഒരു മുട്ട ആഡ് ചെയ്താൽ മതി. മുട്ട ആഡ് ചെയ്താൽ ആ മുട്ടയുടെ ലിക്വിഡ് തന്നെ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ട ആഡ് ചെയ്യാത്ത ആൾക്കാർ കുറച്ച് വെള്ളം ഇടാം. വെരി ലിറ്റിൽ വാട്ടർ, മേ ബി ഒരു കുറച്ചായിട്ട് 1 tablespoon or 2 tablespoon മാക്സിമം വാട്ടർ ഇട്ടാൽ മതി. ആൻഡ് അത് ജസ്റ്റ് ഈ മസാല ആൻഡ് ഈ കോൺഫ്ലവർ ഒക്കെ ഈ മഷ്റൂമിന് കോട്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്കും വെള്ളം ഇട്ടാൽ മതി. ടു മച്ച് വെള്ളം ഇടലേ. അപ്പോൾ എനിക്ക് ഇതിൽ എന്താ പറ്റിയെന്ന് ഞാൻ ഇത് മിക്സ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. ഇത് പാറ്റ് ഡ്രൈ ചെയ്തില്ല, അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായി. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കണം കെയർഫുള്ളായിട്ട്. പിന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറേ ഓയിലിട്ടില്ല, കുറച്ച് ഓയിലിൽ കുറച്ച് ബാച്ചേഴ്സ് ആയിട്ടാണ് ഞാൻ വറുത്തെടുക്കുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടാവും. സോ ഇറ്റ് വിൽ നോട്ട് ടേക്ക് ലോങ് ടു ഫ്രൈ. 2 സൈഡും മറിച്ച് കുറച്ച് ഓയിലിൽ വറുത്തെടുത്താൽ മഷ്റൂം റെഡിയാവും. പിന്നെ മഷ്റൂം റെഡിയായ പിന്നെ ഞങ്ങൾ നോക്കാം എങ്ങനെയാണ് ഹോട്ട് ബട്ടർ മഷ്റൂം ചെയ്യാമെന്ന്. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം സൂക്ഷിക്കണം. ഇങ്ങനെ ഫുൾ ലംപായിട്ടിടല്ലേ. സെപ്പറേറ്റ് മഷ്റൂമായിട്ട് കയ്യിലെടുത്ത് ഇടാൻ നോക്കണം. ലംപായിട്ട് ഇട്ടാൽ അത് ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫ്രൈ ആകുമ്പോൾ വെരി ക്രിസ്പി ആയിട്ടുണ്ടാവും. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ബട്ടർ ഇടണം. ഓഫ് കോഴ്സ് ഹോട്ട് ബട്ടർ മഷ്റൂം അല്ല, അപ്പോൾ ബട്ടർ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ബട്ടർ ഇടാം. അപ്പോൾ ബട്ടർ കുറച്ച് ചൂടാവുമ്പോൾ അതിൽ നമ്മൾ ഗാർലിക്, പ്രസ് ചെയ്ത ഗാർലിക് ഇടാം. സോ ഫോർ 100 grams ഓഫ് മഷ്റൂം നമുക്ക് ജസ്റ്റ് മേ ബി 2 ഗാർലിക് പോഡ്സ് എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സ് കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന മെഷർമെൻറ്റ്സ് കറക്റ്റാണ്. അത് ഞാൻ പറയുന്നത് 100 grams മഷ്റൂമിനുള്ള റെസിപ്പിയാണ്. അപ്പോൾ ബട്ടറിൽ നന്നായിട്ട് ഗാർലിക്കിനെ സോട്ടേ ചെയ്യണം. അപ്പോൾ അത് സോട്ടേ ആകുമ്പോൾ ഞങ്ങൾ ഡ്രൈ ചില്ലീസ് ആഡ് ചെയ്യണം. അപ്പോൾ ഡ്രൈ ചില്ലീസ് ആഡ് ചെയ്യുന്നതിന് ഞങ്ങൾ ഒരു സ്ലാൻറ്റഡ് ആയിട്ട് ചെറിയ പീസായിട്ട് വെട്ടിയെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കണം ഡ്രൈ ചില്ലീസ്. അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ജസ്റ്റ് ഞങ്ങളിത് ചെയ്യുന്ന മുമ്പ് തന്നെ അത് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിരിക്കും. സോ വൺസ് ഗാർലിക് നന്നായിട്ട് സോട്ടേ ആയ പിന്നെ ഞങ്ങൾ ചെറിയ പീസായിട്ട് ഞങ്ങൾ വെട്ടി വെച്ചിരിക്കുന്ന ഡ്രൈ റെഡ് ചില്ലി ആഡ് ചെയ്തിട്ട് അതും കുറച്ച് സോട്ടേ ചെയ്യാം. അത് സോട്ടേ ആയി നല്ല റെഡിയായി വരുമ്പോൾ ഐ തിങ്ക് ഞങ്ങൾ നല്ല സ്മെല്ല് വരും. ഈ ഗാർലിക് ബട്ടറിൽ സോട്ടേ ആകുമ്പോൾ നല്ല സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് നന്നായിട്ട് ഇങ്ങനെ നമുക്കറിയാമല്ലോ, ഇത് സോട്ടേ ആവുമ്പോൾ റെഡി ആവുമ്പോൾ അറിയാമല്ലോ, ആ ഫീലിംഗ് വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് ചില്ലി പേസ്റ്റ്. സോ യൂഷ്വലി ചില്ലി പേസ്റ്റ് വന്ന് കിട്ടുന്നത് വിത്ത് പ്രോൺസ് ഓർ സീ ഫുഡ് ആയിരിക്കും. സോ നിങ്ങൾ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാണ്ട് വെജിറ്റേറിയൻ ആകുമ്പോൾ ഇഫ് നിങ്ങൾ നോൺ വെജ് ഓർ സീ ഫുഡ്
പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയതാണ് ഈ ചില്ലി ഓയിലിലിരിക്കുന്ന ചില്ലി പേസ്റ്റ്. വിൽ നോട്ട് ബി എനി സീ ഫുഡ് ഇൻക്ലൂഡഡ്, ജസ്റ്റ് ചില്ലീസ് ആൻഡ് ഗാർലിക് ആൻഡ് ഓയിൽ. അപ്പോൾ അത് നന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആ ചില്ലി ഓയിലിലിരിക്കുന്ന ചില്ലി പേസ്റ്റ് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് സോട്ടേ ചെയ്യാം. ഇത് നന്നായിട്ട് സോട്ടേ ആകുമ്പോൾ വി ഹാവ് ടു ആഡ് സോയ സോസ്. അപ്പോൾ 100 grams മഷ്റൂമിന് വി ക്യാൻ ജസ്റ്റ് ആഡ് 1 tablespoon ഓഫ് സോയ സോസ്, അത് മതിയായിരിക്കും. ആൻഡ് ഓൾവേസ് ഞങ്ങൾ സോയ സോസ് ആഡ് ചെയ്താൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. സോ ഈ 100 grams മഷ്റൂമിന് ഒരു 1/4 teaspoon ഷുഗർ മതിയായിരിക്കും. എൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും നോക്കണ്ട, ഞാൻ വലിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാൻ പറയുന്ന മെഷർമെൻറ്റ്സ് കറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ് 100 grams. അപ്പോൾ അതും ഇട്ട് നന്നായിട്ട് സോട്ടേ ചെയ്തിട്ട് ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ബേൺഡ് ആവാണ്ട് നോക്കണേ. അത് ബേൺഡ് ആവുന്ന മുമ്പ് ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്രിസ്പി മഷ്റൂമിനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം ഈ താഴ്ത്തിരിക്കുന്ന സോസ് ഈ ഫ്രൈഡ് മഷ്റൂം എല്ലാത്തിനും നന്നായിട്ട് കോട്ട് ചെയ്യണേന്ന് കുറച്ച് നോക്കണം. അപ്പോൾ വൺസ് കോട്ട് ചെയ്ത പിന്നെ നമ്മൾ സ്ട്രിങ് അനിയൻ ആൻഡ് ലീവ്സ് രണ്ടും നല്ല ജനറസ് അമൗണ്ട്സ് ചെറുതായിട്ട് വെട്ടിയിട്ട് അത് ആഡ് ചെയ്യണം. പിന്നെ ഇത് വന്ന് ടർക്കിഷ് ചില്ലി, ഇത് ഏഷ്യൻ സ്റ്റോഴ്സ് ഇവിടെ കിട്ടും, ഇല്ലെങ്കിൽ നാട്ടിലൊക്കെ ബജ്ജി ഉണ്ടാക്കുന്ന മുളക്, ആ മുളക് എടുത്ത് സ്ലാൻറ്റഡായിട്ട് വെട്ടിയിട്ട് അതും ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 2-3 minutes അടുപ്പ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറും. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹോട്ട് ബട്ടർ മഷ്റൂം റെഡിയായി. സോ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ഈസിയാണ് ആൻഡ് ഭയങ്കര യമ്മിയാണ്. ഫ്രൈഡ് റൈസോട് കിടിലായിരിക്കും. സോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. സോ താങ്ക് യു. See you all in another cooking vlog. See you. Bye.